ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ സംഘടനകൾക്കെതിരെ നടിയും നിർമ്മാതാവുമായിട്ടുള്ള സാന്ദ്ര തോമസ്. സംഘടനകൾ ആർക്കു വേണ്ടിയാണ് മൗനം പാലിക്കുന്നതെന്ന് സാന്ദ്ര ചോദിച്ചു. അതിനർത്ഥം 15-അംഗ പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ സംഘടനകൾക്കെതിരെ നടിയും നിർമ്മാതാവുമായിട്ടുള്ള ആളാണ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയിരിക്കുന്നത്. സംഘടനയിൽ നിന്നും വേണ്ടതുപോലുള്ള പ്രതികരണം ഇല്ലാത്തതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതാണ് അവർ ചോദിക്കുന്നതും. എന്തിനാണ് സംഘടനകൾ ആർക്കു വേണ്ടിയാണ് മൗനം പാലിക്കുന്നത് എന്ന് ചോദിക്കുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, സാന്ദ്രയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ച ചെയ്യപ്പെടുമല്ലോ. എന്തോ ഇന്നലെ ഫിലിം ചേംബറിൽ നടത്തിയ അവരുടെ ഒരു യോഗത്തിൽ അതിൽ തന്നെ സുരേഷ് ഗോപി അടക്കമുള്ളവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരോക്ഷമായി വിമർശിക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതിനുശേഷം ഫിലിം ചേംബറിൽ പ്രൊഡ്യൂസർമാരടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ തന്നെ സാന്ദ്ര തോമസിനോട് നമ്മൾ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഒരു പ്രതികരണത്തിന് വേണ്ടി. പക്ഷെ അപ്പോഴും അവർ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഇന്നലെ യോഗത്തിന് ശേഷവും യോഗത്തിലും ഈ വിഷയമടക്കം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി അല്പസമയം മുമ്പ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയത്. ഇതിൽ അമ്മ അടക്കമുള്ള സംഘടനകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അത് 2-3 ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാൻ അമ്മ അടക്കമുള്ള സംഘടനകൾ തയ്യാറാകാത്തത്? അതിനർത്ഥം ഇവരേത് രീതിയിലാണ് ഇതിനെ പ്രതികരിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും എത്രയും വേഗം ഇതിലൊരു നിലപാട് വ്യക്തമാക്കണം എന്നുകൂടി സാന്ദ്ര തോമസ് ഇതിൽ പറയുന്നുണ്ട്. ഇതിന് മൗനം പാലിക്കുന്നത്, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാ സംഘടനകളും മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? അതിനർത്ഥം ഈ റിപ്പോർട്ടിൽ പറയുന്ന 15-അംഗ പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം അത് ഈ സംഘടനയിൽ ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. ഇത്തരം ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ കോപ്പറേറ്റീവ് കമ്മീഷൻ പ്രതിപാദിച്ചത് ഇവിടെ പ്രസക്തമാണ്. ഒരു റിപ്പോർട്ട് പഠിക്കാൻ ഒരാഴ്ച എടുക്കേണ്ട കാര്യമില്ല. ഞാനും നിങ്ങളും അടക്കമുള്ളവർക്ക് ഇതറിയാവുന്ന കാര്യമാണ്. ലോക സിനിമയ്ക്ക് ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച മലയാള സിനിമ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ വന്നു ചേർന്നതിൽ എല്ലാ സിനിമാ സംഘടനകൾക്കും പങ്കുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് സാന്ദ്ര തോമസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ സംഘടനകൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് അന്മ സംഘടന ആയിക്കോട്ടെ, ഫെഫ്ക സംഘടനകളായിക്കോട്ടെ, ഇതിന്റെ പ്രതിനിധികളോട് ഓരോ പ്രാവശ്യവും ഇതിലൊരു മറുപടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അപ്പോഴും അവർ പറയുന്നത് തങ്ങൾ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഈ റിപ്പോർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്, പഠിച്ചതിന് ശേഷം മാത്രം ഞങ്ങൾ മറുപടി നൽകാമെന്ന്. പക്ഷെ ഈ റിപ്പോർട്ട് ഇറങ്ങി 4 ദിവസം കഴിയുന്നു, ഇപ്പോഴും ഇത് റിപ്പോർട്ട് പഠിച്ചു തീർന്നില്ലേ എന്ന സാന്ദ്ര തോമസിന്റെ ചോദ്യം അത് പൊതുസമൂഹത്തിന്റെ ചോദ്യം കൂടിയാണ്. ഇനിയെങ്കിലും അമ്മ അടക്കമുള്ള സംഘടനകൾ അതായത് അവർക്കെതിരെ, സിനിമാ മേഖലയിലുള്ളവർക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരത്തിലൊരു പരാമർശം അത് ഇനിയെങ്കിലും ഒരു മറുപടി നൽകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു വിമർശനമാണ് സാന്ദ്ര തോമസ് ഈ ഫേസ്ബുക്കിലൂടെ അമ്മ അടക്കമുള്ള സംഘടനകൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തോ റൈറ്റ്, സാന്ദ്ര തോമസിന്റെ സംശയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൗനം സംഘടനകൾ പുലർത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അവർ പറയുന്നു. ഒരിടവേള കൂടി.